ചാനൽ. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഒരു സൺഡേ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ ഓർത്തു. ആക്ച്വലി എൻ്റെ സൺഡേ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഇത്രയും നേരമായി. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചുമ്മാ ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഇതിന് ശേഷം ഫുഡ് കഴിക്കുന്നു, എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ ഒരു ഓർഗനൈസ്ഡ് സൺഡേ അല്ല നിങ്ങൾ കാണാൻ പോകുന്നത്. വളരെ മെസ്സി ആയിട്ടുള്ളൊരു സൺഡേ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഇത്രയും സമയമായി, ഉറങ്ങിയിട്ടില്ല, വീടുകളിൽ പോയിട്ടില്ല. ഇനി വീട്ടിലൊക്കെ പോയി ഫുൾ എപ്പോൾ പോകുന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു 4 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഡിലേ ആവും. അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഡിലേ ആയിട്ടുള്ള ഒരു മെസ്സി ആയിട്ടുള്ള എൻ്റെ സൺഡേ ഡേ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ സമയം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ ഇറങ്ങിയ വീട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു 4 മണിയാവും. അപ്പോൾ 4 മണിക്കാണ് ആക്ച്വലി ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം ഉറങ്ങി എഴുന്നേറ്റ് അതിന് പുറമെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു സൺഡേ എങ്ങനെയാണ്. എനിക്ക് ശരിക്കും നാളെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം എഴുന്നേൽക്കുന്ന പുറമെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഹലോ, അപ്പോൾ സമയം വന്നിട്ട് 5:21 ആയിട്ടുണ്ട്. രാവിലെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. എഴുന്നേറ്റിട്ട് കാണാം. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ 11:10 ആയിട്ടുണ്ട്. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റു. ഒരു 10 മിനിറ്റ് അവർക്കൊക്കെ ഒന്ന് വിട്ട് വരാനായിട്ട് എടുത്തു. അത് ഇപ്പോൾ എഴുന്നേക്കാൻ കാരണം തന്നെ എൻ്റെ അനിയത്തി വിളിച്ചു. അതായത് അവൾക്ക് ഇവിടെ ഒരു മാരേജ് ഉണ്ട്. മാരേജ് ഫംഗ്ഷൻ വന്നിട്ട് കാട്ടാക്കട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവളൊരു ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവളെ എനിക്കൊന്ന് കാണാൻ പോകണം. ഒരു 12 ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ എത്തണം. അതിനായിട്ട് തന്നെ അവൾ കുറച്ച് നേരം കൂടെ വിളിക്കുന്നുണ്ട്. അതായത് മെസ്സേജ് ചെയ്യുന്നത്. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു എനിക്ക് എന്നെ വിളിക്കരുത്, കാരണം ലേറ്റായിട്ടാണ് കിടക്കുന്നത്. മെസ്സേജ് കാണുവാണെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേക്കും. എന്തായാലും അവൾ ഇവിടുന്ന് തിരിക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേക്കും. ആ സമയത്ത് അനുസരിച്ച് ഞാൻ വന്നോളാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റതാണിപ്പോൾ. എനിക്ക് കോഫി ചായ ഒന്നും കുടിക്കുന്ന പരിപാടിയില്ല. പക്ഷെ കണ്ണൻ ഇത് വേണം, നിർബന്ധമാണ്. സോ നമുക്ക് അവന് ഒരു കോഫി ഇട്ട് കൊടുക്കാം. അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാമ്പാറാണ്. ഇപ്പം എനിക്ക് പെട്ടെന്ന് എനിക്കിനിപ്പോൾ അതേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഇന്നലെ പോകുന്നത് പ്രമാണിച്ച് തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കി, രാത്രി പോകുന്നതിന് മുന്നേ തന്നെ സാമ്പാർ ഉണ്ടാക്കി ആ ചൂടൊക്കെ ഒന്ന് തണുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇനി ആ തണുപ്പൊന്ന് മാറി ഒന്ന് ചൂടാക്കി എടുക്കേണ്ട കാര്യമേ സാമ്പാറിനുള്ളൂ. പിന്നെ ദോശ ഉണ്ടാക്കാം. ദോശേൻ്റെ ആ മാവിൻ്റെ തണുപ്പൊന്ന് മാറുമ്പോൾ ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ദോശയും സാമ്പാറും കണ്ണിന് കോഫിയും കഴിച്ചിട്ട് നമുക്ക് അവളെ കാണാൻ പോവാം. പോയ ശേഷം വന്നിട്ട് വേണം ഇനി ഉച്ചക്കലത്തെ എന്ത് വെക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ. സോ കാണാം. അപ്പോൾ നമുക്ക് ബ്രഷൊക്കെ ചെയ്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് കയറാം. ദോശ ഒക്കെ ഉണ്ടാക്കാം. കാരണം അത്രയും സമയം കൂടി അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ മാവിൻ്റെയൊക്കെ. ഓക്കെ, ഓക്കെ. ശരിക്കും ഞാനൊരു അങ്ങനെ എനിക്ക് രാവിലെ ചായ കോഫി അങ്ങനെയൊന്നും വേണമെന്നില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്തും
പിന്നെ ആണെങ്കിൽ അല്ലാതെ പനിയൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിനെ വല്ലാണ്ട് അങ്ങ് പ്രണയിക്കുന്ന പോലെ എനിക്കിഷ്ടമാണ്. കാരണം ആ ദിവസങ്ങളിൽ ഞാൻ എത്ര നേരം ഇത് കിട്ടിയാലും കുടിക്കും, അങ്ങനെയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്കിത് ഇഷ്ടമേ അല്ല. പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടുന്ന അങ്ങനത്തെ ഒരു വൈബിലാണെങ്കിൽ ഞാൻ ചായ അത്രയ്ക്കൊരു പ്രേമം എനിക്ക് ചായയോടില്ല. പക്ഷെ എനിക്ക് എന്നാലും കോഫി കുറച്ചും കൂടി ഇഷ്ടമാണ് ചായനെക്കാട്ടിൽ. പക്ഷെ അത്രയും തലവേദന വരുന്ന ദിവസങ്ങളിൽ ഞാൻ കോഫീനെക്കാട്ടിൽ ചായ പ്രിഫർ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു എന്താ പറയുക, സിറ്റുവേഷൻ അനുസരിച്ചാണ് എനിക്ക് അവരോടുള്ളൊരു ഇഷ്ടം. നമ്മളെന്തായാലും മുഖം ഒന്ന് ക്ലെൻസ് ചെയ്തൊക്കെ, ഞാൻ ഇന്നലെ വന്നിട്ടും ക്ലെൻസൊക്കെ ചെയ്തിട്ടാണ് കിടന്നത്. പക്ഷെ എന്നാലും ചെയ്തേക്കും. ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സമയം 11:40 ആയിട്ടുണ്ട്. എനിക്ക് 12 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ആക്ച്വലി നമ്മളിന്ന് മീറ്റ് ചെയ്യുന്നതിന് അവളെ കാണുക എന്നൊരു ഉദ്ദേശം എനിക്കുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്, തമ്മിൽ കാണണം എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ എൻ്റെ കുറച്ച് ആക്സസറീസ് അവളുടെ കയ്യിൽ മീൻസ് എൻ്റെ വീട്ടിലും. അവൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് സോറി ഇതിൽ കോൺസെൻട്രേറ്റഡ് ആയിപ്പോയി. ഒരു സെക്കൻഡ്. എൻ്റെ കുറച്ച് ആക്സസറീസ് എൻ്റെ വീട്ടിലായിപ്പോയി. പിന്നെ അവൾക്ക് എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അതൊന്ന് എക്സ്ചേഞ്ച് ചെയ്യാനും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ മീറ്റപ്പ്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കണ്ടേ പറ്റത്തുള്ളൂ, അതിൽ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കുറച്ച് അടുത്ത വീക്കായിട്ട് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇനി അത് പോയിട്ട് പോസ്റ്റിൽ അയക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിലേ വരുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് തന്നെ കണ്ടേ പറ്റത്തുള്ളൂ. 12 മണിക്ക് എനിക്ക് അവിടെ എത്തുകയും വേണം. അതെന്തായാലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എനിക്ക് 12 ഇവിടെ നിന്ന് ഇറങ്ങാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഫുഡൊക്കെ ഇനി ജസ്റ്റ് എനിക്കൊന്ന് റെഡി ആയാൽ മതി. റെഡി ആവുന്നതിന് മുന്നേ എനിക്ക് അവള് ഒരു ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ അയച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ വേണ്ടുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ അതൊന്നും ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഡിലേയും കൂടി വരും. അതെൻ്റെ ഭാഗത്തു നിന്നൊന്ന് മിസ്റ്റേക്കാണ്. സോ എനിക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അവൾ വിളിച്ച് ലേറ്റായി, നല്ലപോലെ ലേറ്റായി. അപ്പോൾ എനിക്ക് അവൾ മാത്രമല്ല കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും കൂടി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് മോശമല്ലേ. അതുകൊണ്ട് പെട്ടെന്നൊരു ഗെറ്റ് റെഡിയും എല്ലാം പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. ഫുഡും കഴിച്ച് പെട്ടെന്നൊന്ന് ഒരുങ്ങി പെട്ടെന്ന് കൊടുക്കാനുള്ള ലഗേജുമായി ഇറങ്ങി. ഇനി കാണാം. ഹലോ. യൂട്യൂബ് ആണോടാ? അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ട്? നിങ്ങളുടെ പുതിയ മൂവി ഏതാണ്? ഏത് മൂവിയാണ് പുതിയതായിട്ടുള്ളത്? അനൗൺസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഏത് പുതിയ സിനിമ ഇറങ്ങാനുള്ളത്? എന്തെങ്കിലും പറയാൻ പറ്റുന്നില്ല. വെൽക്കം ബാക്ക്. ഇപ്പോൾ സമയം 2:30. അപ്പം എനിക്ക് ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല. ബിക്കോസ് എങ്ങനെയെങ്കിലും ഒരു 3 മണിക്കെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ, ലഞ്ച് കഴിക്കണമല്ലോ എന്നുള്ള ഒരു ധൃതിയിൽ ഞാൻ പെട്ടെന്ന് കുക്കിങ്ങിലോട്ടങ്ങ് കയറിപ്പോയി. അപ്പോൾ ചോറ് ഞാൻ ഒരു 2-3 തിളച്ചതിന് ശേഷം ഞാൻ എടുത്ത് റൈസ് കുക്കറിൽ വെച്ചു. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കറീസൊക്കെ ആവുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ചോറൊന്ന് കറക്റ്റായിട്ട് കിട്ടും. ആൻഡ് മോര് കറി ഉണ്ടാക്കി. പിന്നെ ഇത് നമ്മുടെ കാണാൻ പറ്റില്ല, ഞാനത് ക്ലോസ് ആയിട്ട് കാണിക്കാം. ഇത് നമ്മുടെ ബീട്രൂട്ട് തോരൻ. ആൻഡ് ദിസ് ഇസ് ഞാൻ ബീഫ് റോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റി വരണം, കുറച്ച് ടൈം എടുക്കും. ആൻഡ് ബീഫ് റോസ്റ്റ്.
ഞാൻ പറഞ്ഞ പോലെ 3 കറി ഉണ്ടാക്കി. ഇനി നമുക്ക് വേണമെങ്കിൽ സാമ്പാർ രാവിലത്തെ ഇരിപ്പുണ്ട്, അത് നോക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എൻ്റെ പൊതുവെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് പൊതുവെ സൺഡേസിൽ വരുന്നത്. ഇന്ന് ആക്ച്വലി നമ്മൾ കുറച്ചും കൂടി നേരത്തെ ആണെന്നാണെങ്കിൽ പറയാം. സാധാരണ 4 മണി 5 മണി ഒക്കെ ആവാറുണ്ട് ലഞ്ച് കഴിക്കാനായിട്ട്. മതി മതി. അയ്യോ, സ്പൂൺ എടുത്തില്ല. നീ എടുത്ത് കഴിക്കോ കൈ വെച്ചിട്ട്? ഇത് വെച്ചിട്ട് വേണ്ട. മാത്രം കഴിച്ചു നോക്ക്. റോസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. സാധാരണ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് കറിയെക്കാട്ടിൽ റോസ്റ്റ് ഇഷ്ടമായി. പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി. കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ നല്ലൊരു പാർനാപ്പ് എടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ഹാഫ് ആൻ അവർ ചിലപ്പോൾ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ എഴുന്നേക്കും. പക്ഷെ ആ പാർനാപ്പ് എനിക്കിപ്പോൾ അത്യാവശ്യമാണ്, അത്രയും എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് ബാക്കി കാണാം. ബാക്കി എനിക്കിനി മറ്റേ എൻ്റെ കുറച്ച് സെൽഫ് കെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല, അതൊക്കെ സമയം പോലെ, ഞാൻ എഴുന്നേൽക്കുന്ന പോലെ. ഒരു അരമണിക്കൂറാണ് മാക്സിമം ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഉറക്കം. അതിനി എക്സ്റ്റെൻഡ് ആവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് സീ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് our oiling process. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് എല്ലാവർക്കും എന്നല്ല, എന്നെ ജസ്റ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഒരു വീഡിയോസിലും പറഞ്ഞിരുന്നു. ഞാനപ്പം കുറച്ച് നാളായിട്ട് സീക്രട്ടിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് എനിക്കാണെങ്കിൽ ഒരു എന്താ പറയുക, നല്ല എഫക്റ്റീവായിട്ടാണ് തോന്നിയത്. ആൻഡ് ചിലപ്പോൾ ഞാനിതിൽ കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ടായിരിക്കാം കേട്ടോ, ഐ ഡോണ്ട് നോ. പക്ഷേ എനിക്ക് ഈ ഓയിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് തോന്നി. കാരണം ഞാൻ ഇത് വാങ്ങി തുടങ്ങിയതിന് ശേഷം ഇത് പ്രോപ്പറായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഞാൻ ഓയിൽ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ഞാൻ സാധാരണ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ എണ്ണയൊക്കെ തലയിൽ തേച്ച് കഴിഞ്ഞ് മുടി ഇങ്ങനെ ചുരുട്ടി കെട്ടി വെക്കും. പക്ഷെ പിന്നീടാണ് അങ്ങനെ ചുരുട്ടി കെട്ടി വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുടി കുറച്ചും കൂടി ഇങ്ങനെ കേളിയായി പോകും. അപ്പം എനിക്കത് അത്ര ചേരുന്നില്ല. അപ്പം ഞാൻ അതിന് ശേഷം എണ്ണ തേച്ചതിന് ശേഷം ഇങ്ങനെയാണ് ചുമ്മാ പോണിട്ടയിൽ കെട്ടി വയ്ക്കും. പിന്നെ ഞാൻ കൈയൊക്കെ പോയി വാഷ് ചെയ്തു, എണ്ണയായിരുന്നല്ലോ കയ്യിലൊക്കെ. അപ്പം അതൊക്കെ പോയി ഞാൻ വാഷ് ചെയ്ത് പിന്നെ നമുക്ക് ഫേസ് പാക്ക് ഇടാം. അപ്പോൾ അധികം സമയമില്ല ഇനി ഒന്നിനും, എല്ലാം ഇനി ഷടപ്പെട്ടേന്നായിരിക്കും. ഞാൻ മാലയൊക്കെ ഊരി കേട്ടോ. നമ്മളങ്ങനെ എന്തെങ്കിലും ആക്സസറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഊരിയിട്ട് ഫേസ് മാസ്ക് ഇടുന്നതാണ് നല്ലത്. അപ്പം
അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും അതെല്ലാവർക്കും അറിയാം, ചുമ്മാ ജനറലി ഞാൻ പറയുന്നതാണ്. ഡ്രസ്സിലൊക്കെ ആയി ഫേസിലിടുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലൈറ്റ് കളേഴ്സ്, വൈറ്റ് അങ്ങനത്തെ കളേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക ഡ്രസ്സ്. ബിക്കോസ് സ്റ്റെയിനൊക്കെ പെട്ടെന്ന് അറിയുന്ന കളേഴ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ആൻഡ് എപ്പോഴും നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ എന്നാലും അതിലും ലൈറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാണ്ടിരിക്കുക. പിന്നീട് എപ്പോഴും ഇടുമ്പോൾ നെക്കിൽ പാക്ക് ഇടാൻ മറക്കാണ്ടിരിക്കുക. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, മിണ്ടാണ്ടിരിക്കുക. ഓക്കെ, ഇതൊന്ന് സെറ്റായിട്ട് കാണാം, വാഷ് ചെയ്യുന്ന സമയത്ത് കാണാം കേട്ടോ. സോ ഗൈസ്, അപ്പം ഒരുവിധം ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴുകിക്കളയാം. ഓക്കെ, ജസ്റ്റ് വെള്ളം നനയ്ക്കുമ്പോൾ അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞു. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒരു പെട്ടെന്നുള്ള ഒരു സ്കിൻ കെയർ എന്നാണെങ്കിലും പറയാം. ഒരു വലിയ കെയറൊന്നും ഇല്ല, എന്നാലും ഞാനൊരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. ഓ മൈ ഗോഡ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഇടുമ്പോഴത്തേക്ക് അന്നത്തെ ദിവസം ശരിക്കും നമുക്ക് അങ്ങനെ ഒരു സാധനവും എക്സ്ട്രാ, അപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിൽ കൂടി അങ്ങനെ വലുതായിട്ട് മുഖത്തൊന്നും ഇടാത്തതാണ് നല്ലത്. പക്ഷെ എനിക്കെപ്പോഴും ഇങ്ങനെ ഫേസ് ഡ്രൈ ആവുന്നത് കൊണ്ടാണ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഒരു ദേഹത്തുള്ള ഒരു മോയ്സ്ചറൈസർ കൂടെ ദേഹത്തും മുഖത്തും കയ്യിലും കാലിലും ഒക്കെ ഞാൻ മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഒരു ചെറിയ ലിപ് ബാം, സോറി പെട്ടെന്ന് ഈ മറ്റേ ധൃതിയിലായതുകൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ, ഒരു ലിപ് ബാം. സോ റുട്ടീൻ ഓവർ. ഇനി നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു മേജർ പാർട്ട് ഓഫ് ദി ഡേ. എസ്പെഷ്യലി ഒരു ഹോളിഡേയിൽ എൻ്റെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് എത്രയൊക്കെയാണ്. ഒരു വലുതായിട്ടൊരു കാര്യം ഇതിലില്ല, ഒരു നോർമലി ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ആൻഡ് പക്ഷേ എനിക്കിതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു. ആക്ച്വലി ഞാനിപ്പം ആ പോൾ ഇട്ടതിന് ശേഷമാണ്
ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പോൾ ഓപ്ഷൻ കൊടുത്തിരുന്നു ആൻഡ് അതിൽ ഞാൻ 3 ഓപ്ഷൻസും കൊടുത്തിരുന്നു. അതിൽ ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് ഹോം ടൂർ ആൻഡ് വൺ ഈസ് ഓർ സംതിങ് സ്പെഷ്യൽ എന്നുള്ളത്. അപ്പോൾ അതിൽ മെജോറിറ്റി ഓഫ് ദ ആളുകളും ചൂസ് ചെയ്തത് ഡേ ഇൻ മൈ ലൈഫാണ്. അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം അല്ല, എനിക്കാണെങ്കിലും ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുടെ എന്തായിരിക്കും അവരുടെ ഒരു ഡേ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ കുറച്ച് ആളുകൾക്ക് എൻ്റെ ലൈഫിലും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാൻ ഒരു ആഗ്രഹമുള്ളത് എന്നറിഞ്ഞതിൽ സന്തോഷം. ആൻഡ് അതിൽ സംതിങ് സ്പെഷ്യൽ എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു വീഡിയോയും ഡെഫിനറ്റ്ലി വരുന്നതായിരിക്കും. ഹോം ടൂർ ഓൾസോ. പിന്നെന്താ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ. ഹലോ, അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ ഡിസൈഡ് ചെയ്തു ഗൈസ്. പെട്ടെന്നൊരു ക്യൂക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ ഓൾറെഡി മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടതുകൊണ്ട് ഇനി മറ്റേ പുതിയതായിട്ട് ഇടുന്നില്ല. പുറത്തൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിസ്സ തിന്നണം എന്നൊരു മോഹം. അങ്ങനെ പിസ്സ വന്നിട്ടുണ്ട്. From our hut to your hand. Okay. Thank you. Cheers. We know this is a bad habit, ബെഡിലിരുന്ന് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ കുറച്ച് ബാഡാണ്. സോ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം
ഇപ്പം സമയം എത്രയായി കണ്ണാ? ആ ഫോൺ ഇവിടെയുണ്ട്. കറക്റ്റ് 12 o'clock. അപ്പോൾ 12 മണിയായി, കിടക്കാൻ പോവാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.